ഒരു നാർസിസിസ്റ്റിന്റെ കൂടെ ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ട ശീലങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ ഓവർ എക്സ്പ്ലെയിനിങ് നേച്ചർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്തോറും അവർ കൂടുതൽ എനർജറ്റിക് ആവുകയാണ് ചെയ്യുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്. സോ ഉറങ്ങുന്നവരെ നമുക്ക് എണീപ്പിക്കാൻ സാധിക്കും, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് എണീപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള സൈഡ് അവരെ കാണിക്കരുത്. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരത് വെച്ച് ഗെയിം കളിക്കും. നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ പല പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് വരുന്ന സാഹചര്യങ്ങൾ ഇവർ ഇതിട്ടിട്ട് കളിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പ്ലാൻസ് അതേപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവരെ അറിയിക്കുകയാണെങ്കിൽ പിന്നീട് ഇവർ ഇതിലൊക്കെ കളിച്ച് അതൊക്കെ തകർക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യും. സോ ഇങ്ങനെയുള്ള ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവരോട് ഓവർ എംപതി തോന്നുന്ന ശീലം ഇപ്പോഴുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇവരുടെ അടുത്ത് നിങ്ങൾ എംപതറ്റിക് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവരതിന്റെ അഡ്വാൻറ്റേജസ് എടുക്കും. സോ അവരുടെ അടുത്ത് എപ്പോഴും സൂക്ഷിച്ചും കണ്ടു നിൽക്കുക. പിന്നെയുള്ള ഒരു കാര്യം, ഒരിക്കലും ഇവരുടെ അടുത്ത് റിയാക്ഷൻസ് കൊടുക്കരുത്, റിയാക്ട് ചെയ്യരുത്. ഇവരുടെ അടുത്ത് പകരം റെസ്പോണ്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ഷൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും ഇമോഷണലി ആണ് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയണം എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി ആലോചിച്ചതിന് ശേഷം മാത്രം റെസ്പോണ്ട് ചെയ്യുക. റിയാക്ഷൻസ് കൊടുക്കുന്നതോറും ഇവര് നമ്മളെ കൂടുതൽ ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നാർസിസിസ്റ്റിന്റെ കൂടെ മുന്നോട്ട് പോവുക.